ഹലോ ഗൈസ്, ജെഫോടെക്കിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവരും സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമിഴ് കണ്ട പോലെ തന്നെ വലിയ സന്തോഷമുള്ള വീഡിയോ അല്ല, ഒരുപാട് ദുഃഖമുള്ള വീഡിയോ തന്നെയാണ്. കാരണം നിങ്ങൾക്കറിയാം 2025 എല്ലാവരും ഒരുപാട് പ്രതീക്ഷയോടെ വരവേറ്റ ഒരു വർഷമാണ്. ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട്, പുതിയതായിട്ട് ഒരുപാട് യൂട്യൂബേഴ്സ് വരുന്നുണ്ട്. ഇപ്പം നമ്മളെ കൂടുതലായിട്ട് കോൺടാക്ട് ചെയ്യുന്ന ആൾക്കാർ അവർ കൂടുതലായിട്ട് വരുന്നത് വെച്ചാൽ എനിക്ക് പുതിയതായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങണം ചേട്ടാ, ഈ തുടങ്ങാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ചേട്ടാ, അതിൻ്റെ സെറ്റിങ്സ് എങ്ങനെയാണ് ചേട്ടാ, ഇതൊക്കെ വിചാരിച്ച് പറഞ്ഞുകൊണ്ടാണ് കൂടുതൽ ആൾക്കാർ വരുന്നത്. അപ്പോൾ നമുക്കറിയാം 2025 ഒരുപാട് യൂട്യൂബേഴ്സിൻ്റെ എൻട്രി വരുന്നൊരു വർഷമാണ്. അതായത് എന്താ പറയുക, ഈ നമ്മുടെ മറ്റുള്ള യൂട്യൂബേഴ്സിൻ്റെ ഒക്കെ ജീവിതശൈലികളും കാര്യങ്ങളൊക്കെയാണ് ഞാൻ എല്ലാ വീഡിയോസിലും പറഞ്ഞ പോലെ തന്നെ അത് കണ്ടിട്ട് 2025 എനിക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി സക്സസ് ആണ് എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ ചുറ്റുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെ ഇടയിലേക്ക് ഇങ്ങനെ വരുന്ന സമയത്താണ്, ഈ 2025 തുടങ്ങുന്ന സമയത്താണ് നിങ്ങൾ ആരുടെ ചാനൽ പോയി ചെക്ക് ചെയ്താൽ അറിയാം. അതായത് നമ്മുടെ ചാനൽ ഈ 2025 വന്നപ്പോഴേക്കും എല്ലാവരുടെ ചാനലിലും വ്യൂ കുറഞ്ഞതായിട്ട് കാണാം. എന്താണ് സംഭവം? എന്തുകൊണ്ടാണ് ഈ ഒരു വ്യൂ? നമ്മൾ കറക്റ്റായിട്ട് കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോ ഇടുന്നുണ്ട്. ഞാൻ ചോദിച്ചു, എനിക്ക് ചാനൽ ചെക്ക് ചെയ്യാൻ വേണ്ടി തരും ഈ വ്യൂ. എനിക്ക് തരുന്ന വർക്ക് ഇപ്രാവശ്യം ഈ ഒരു 2025 തുടങ്ങിയ പിന്നെ നമുക്ക് വരുന്ന വർക്കിൻ്റെ ഒരു 90% ഈ വ്യൂ കുറഞ്ഞു ചേട്ടാ, ചാനൽ ചെക്ക് എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നൊരു പ്രശ്നമാണ് കൂടുതലായിട്ട് വരുന്നത്. കൂടുതലായിട്ട് വരുന്ന വർക്കും അതിനാണ്. നിങ്ങൾക്കറിയാം, ഞാൻ പെയ്ഡ് വർക്കാണ് ചെയ്യുന്നത്, ചാനൽ ചെക്ക് ചെയ്യുന്നു. അപ്പം വാട്സപ്പ് ഗ്രൂപ്പ് അങ്ങനെയുള്ള പിന്നെ മോണിറ്റൈസേഷൻ ആഡ്സൻസിൻ്റെ വർക്കുകൾ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വർക്കുകളിൽ എനിക്ക് 90% ഇപ്പം വരുന്ന വർക്കും ചാനൽ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ചേട്ടാ, എൻ്റെ സെറ്റിങ്സിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, അല്ലെങ്കിൽ എൻ്റെ വ്യൂ വല്ലാണ്ട് കുറഞ്ഞു. നമ്മൾ ചെക്ക് ചെയ്താൽ മനസ്സിലാവും. ഒരു മിനിമം ഒരു 3500-4000 ഒക്കെ ലോങ് വീഡിയോയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന അവർ ഏകദേശം ഒരു മാസത്തിൽ എല്ലാ മാസവും ഒരു 10 രൂപയെങ്കിലും ഏണിങ്സ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ചാനലുകളൊക്കെ, അല്ലെങ്കിൽ മോണിറ്റൈസേഷൻ ആകാത്ത ചാനലാണെങ്കിൽ തന്നെ നല്ല രീതിയിലുള്ള വാച്ച് ടൈം കയറ്റിക്കൊണ്ടിരിക്കുന്ന ചാനലൊക്കെ പെട്ടെന്ന് ഡിമ്മായി ഈ 2025 ഒരാഴ്ച മുമ്പ് തൊട്ട് തുടങ്ങി. അതായത് ഒരു ഡിസംബർ 25 ക്രിസ്മസിൻ്റെ ആ ഒരു ടൈമിൽ നിന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് വല്ലാണ്ട് വ്യൂ കുറഞ്ഞു പോയ ചാനലുകളാണ് കൂടുതലായിട്ട് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ് സംഭവിച്ചത്? അപ്പോൾ അതാണ് നമ്മളിന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത്. എങ്ങനെയാണ് നമുക്ക് ഈ ഒരു വ്യൂ കുറവിനെ നമ്മുടെ ചാനൽ റീച്ചാക്കി എടുക്കാൻ വേണ്ടി എങ്ങനെ നമുക്ക് റീച്ചാക്കി എടുക്കാം, അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത്. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. ഞാൻ പണ്ട് എൻ്റെ ചാനൽ തുടങ്ങിയ സമയത്ത് പറയുന്ന പോലെ തന്നെ ഞാൻ ആ ഒരു സമയം തൊട്ട് ഇപ്പം വരെ നമ്മൾ നിന്നിട്ടുള്ളത് സാധാരണക്കാരായ ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവർക്ക് എന്താ പറയുക, അവർക്കൊരിക്കലും ബോറടിക്കാത്ത രീതിയിൽ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവരെ മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു ചാനലിൻ്റെ ലക്ഷ്യം. ഓക്കെ, അപ്പോൾ കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്കറിയാം, യൂട്യൂബ് എന്ന് പറഞ്ഞ സംഭവം ഒരിക്കലും ഒരു കൺസിസ്റ്റൻ്റായിട്ട് പോകുന്നൊരു സംഭവമല്ല. കൺസിസ്റ്റൻ്റായിട്ട് കറക്റ്റായിട്ട് ഒരു ലെവലിൽ ഒരിക്കലും നിങ്ങൾക്ക് ആ അനലിറ്റിക്സിൻ്റെ അടുത്ത് നിങ്ങളുടെ ഗ്രാഫ് എടുത്ത് നോക്കി അറിയാം. കുത്തനെ കയറി പോകും, പിന്നെ താഴോട്ടിറങ്ങി വരും, പിന്നെ കുറച്ച് കാലം ഇത് മെല്ലെ ആ ഒരു ലെവലിൽ ഇങ്ങനെ താഴോട്ട് പോകും, പിന്നെ എപ്പോഴേലും ഒന്ന് കയറും, പിന്നെ ഇറങ്ങും. ഇങ്ങനെയൊക്കെയാണ് യൂട്യൂബിൻ്റെ ഗ്രാഫ് പോകുന്നത്. അതാണ് നമ്മുടെ വ്യൂവിൻ്റെ ഗ്രാഫ് നിങ്ങൾക്ക് നോക്കി അറിയാം. ഒരിക്കലും കൺസിസ്റ്റൻ്റായിട്ട് പോകുന്നൊരു സാധനമല്ല യൂട്യൂബ് എന്നുള്ളത്. അപ്പോൾ ഈ 2025 വരുന്ന സമയത്ത് യൂട്യൂബ് നല്ല രീതിയിലുള്ള പരീക്ഷണങ്ങൾ നോക്കിയിട്ടാണ് ആൾക്കാരെ വിജയിപ്പിക്കുന്നത്. നമ്മളിപ്പം എന്തെങ്കിലും ഒരു മത്സരത്തിന് പോവുകയാണെങ്കിൽ, അല്ല നമ്മളൊരു കോമ്പറ്റീഷന് പോവുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് കൊണ്ട് ജയിച്ച് പോകാനുള്ള പറ്റത്തില്ല. കുറച്ച് കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാത്രം ഏത് സാധനത്തിലായാലും ഒരു പരീക്ഷ എഴുതി തന്നെ നമ്മൾ ജയിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് കഷ്ടപ്പെടണം. അപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളൊരു മോണിറ്റൈസേഷൻ ആയ ചാനൽ, എല്ലാവർക്കും ഉള്ള പ്രശ്നമാണ് ഇത്. മോണിറ്റൈസേഷൻ ആകാത്ത ആൾക്കാർക്ക് ചിലപ്പോൾ കേട്ടാൽ മനസ്സിലാവും. മോണിറ്റൈസേഷൻ ആയ ചാനൽ മോണിറ്റൈസ് ആയ ആ സമയം തൊട്ട് ചാനൽ ഫ്രീസ് ആയിരിക്കും. അത് മോണിറ്റൈസേഷൻ ആൾക്കാരോട് നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാർ ചോദിച്ചാൽ മതി. മോണിറ്റൈസേഷൻ ആ ആൾക്കാർക്ക് ചിലപ്പോൾ മനസ്സിലാവും. കാരണം മോണിറ്റൈസേഷൻ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ചെറിയ രീതിയിലൊരു ഫ്രീസ് ആയിരിക്കും. പിന്നെ നമ്മളിങ്ങനെ വിചാരിക്കും, നമ്മുടെ ചാനലിലെ വീഡിയോസ് തീരെ കയറുന്നില്ലല്ലോ. എന്നോട് എപ്പോഴും വന്ന് പറയുന്ന കാര്യമാണ്, തീരെ ഡൗൺ ആയിരിക്കും ചാനൽ. അപ്പോൾ അത് എവിടം വരെ ഉണ്ടാവും? നമ്മുടെ ആദ്യത്തെ ആ ഒരു വരുമാനം നമ്മൾ കഷ്ടപ്പെട്ട് നമ്മൾ ആ വരുമാനം ക്ലിയർ ആക്കി എടുക്കണം. ആദ്യത്തെ വരുമാനം കിട്ടുന്ന സമയം വരെ നമ്മുടെ ചാനൽ നല്ല രീതിയിലുള്ള ഫ്രീസ് ആയിരിക്കും. അതെല്ലാവർക്കും ആദ്യത്തെ വരുമാനം മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് എന്തായി, ആ ചാനൽ ഫ്രീസിങ് ഒഴിവായി, പിന്നെ നമ്മുടെ സാധാരണ പഴയ പോലെ തന്നെ ആവും. എന്തിനാണ് അങ്ങനെ യൂട്യൂബ് കൊടുക്കുന്നത്? നമ്മൾ മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞാലും നമ്മുടെ ചാനൽ നമ്മൾ ശരിക്കും വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ നല്ല രീതിയിൽ വർക്ക് ചെയ്ത് നമ്മൾ പ്രയത്നിച്ച് അതിന് വേണ്ടിയിട്ട് ഈ ഒന്നുമില്ലാത്തടത്തുനിന്നും നമ്മൾ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂട്യൂബ് അങ്ങനെ ഒരു പരീക്ഷണം കൊടുക്കുന്നത്. അതേപോലെ തന്നെയാണ്
1 lakh സബ് കഴിഞ്ഞാൽ നമ്മുടെ ഓരോരുത്തരുടെ ചാനൽ 1 lakh സബ് കഴിഞ്ഞ ആൾക്കാർക്കും അറിയാം, എനിക്കറിയാം, എൻ്റെ മെയിൻ ചാനലിലെ കാര്യം എനിക്കറിയാം. അപ്പോൾ 1 lakh സബ് കഴിഞ്ഞാൽ ആ ഒരു സമയം തൊട്ട് നമുക്ക് ആ വെരിഫിക്കേഷൻ ബാഡ്ജും പ്ലേ ബട്ടനൊക്കെ കിട്ടുന്ന ആ ഒരു സമയത്ത് നമുക്ക് നല്ല ഫ്രീസിങ് ആയിരിക്കും ചാനൽ മൂവ് ആവില്ല. നമ്മൾ എന്തൊക്കെ കടന്ന് കളിച്ചാലും നമ്മുടെ എത്ര നല്ല വീഡിയോ ഇട്ടാലും ആ വീഡിയോ കയറുകയില്ല, മൂവ് ആണ് നിൽക്കും. അപ്പോഴും യൂട്യൂബ് പരീക്ഷിക്കും എന്ത്, നമ്മൾ ഈ 1 lakh ആയത് പറഞ്ഞ് നമ്മൾ അഹങ്കരിച്ചുകൊണ്ട് നമ്മൾ തോന്നുന്ന വീഡിയോ എടുത്ത് ഇടുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, നമ്മൾ ശരിക്കും പരീക്ഷിക്കും. എന്നിട്ട് നമ്മളെ ചാനൽ കുറച്ച് ഡൗൺ ആക്കും, നമ്മൾ കഷ്ടപ്പെട്ട് പിന്നെയും പ്രയത്നിച്ച് കയറുന്നുണ്ടോ നോക്കും. അങ്ങനെ കയറുന്നവർക്ക് മാത്രമേ അവിടെ വിജയം ഉണ്ടാവുള്ളൂ. അതേസമയം അവിടെ ഈ മോണിറ്റൈസേഷൻ ആയതിനു ശേഷവും അല്ലെങ്കിൽ നമുക്ക് 1 lakh കഴിഞ്ഞ ശേഷം നമുക്ക് വ്യൂ കുറയുന്ന സമയത്ത് നമ്മൾ ഡൗൺ ആയി നമ്മൾ വീഡിയോ ഇടാണ്ടിരുന്നാൽ നമ്മൾ അവിടെ കിടക്കും. കാരണം നിങ്ങൾക്കറിയാം, നമ്മുടെ യൂട്യൂബ് വരുമാനത്തിൻ്റെ ലോങ് വീഡിയോ ആണ് ഞാൻ പറയുന്നത്, ലോങ് വീഡിയോ ഷോർട്ട് പറയുന്നില്ല, ലോങ് വീഡിയോൻ്റെ 60% നമുക്കും യൂട്യൂബ് വരുമാനം കിട്ടുന്ന 60% നമുക്കും 40% യൂട്യൂബിനാണ് കമ്മീഷൻ ഇത് കിട്ടുന്നത്. അപ്പോൾ നമ്മളെപ്പോലെ ഒരു യൂട്യൂബർ, എത്ര യൂട്യൂബേഴ്സ് നമ്മളെ ഈ ഒരു യൂട്യൂബിൻ്റെ അകത്തോട്ട് വന്നോ, യൂട്യൂബിൻ്റെ അകത്തോട്ട് യൂട്യൂബേഴ്സായിട്ട് വരുന്നുണ്ടോ, അതിനനുസരിച്ച് യൂട്യൂബിന് കൂടുതൽ വരുമാനമാണ്. പക്ഷേ ഈ വരുമാനം കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നല്ല യൂട്യൂബേഴ്സിനെ യൂട്യൂബിൽ കിട്ടണം. അതിന് വേണ്ടിയിട്ട് യൂട്യൂബ് എന്ത് ചെയ്യും, എല്ലാ രീതിയിലുള്ള പരീക്ഷണം നടത്തും. അപ്പോൾ നിങ്ങൾക്കറിയാം, ഇപ്പം ഞാൻ ഇത്രയും പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവും. 2025 നമ്മൾ വരുന്ന സമയത്ത്, ഒരു കൊല്ലം പുതിയതായിട്ട് ഇറങ്ങി വരുന്ന സമയത്ത് നല്ല രീതിയിലുള്ള പരീക്ഷണം യൂട്യൂബ് നടത്തും. അപ്പോൾ അൽഗോരിതം ചേഞ്ച് ആവും, നമ്മുടെ യൂട്യൂബുമായി ബന്ധപ്പെട്ട അൽഗോരിതം, നമ്മുടെ വ്യൂവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചേഞ്ച് ആവും. യൂട്യൂബിൻ്റെ നമ്മളിപ്പോൾ യൂട്യൂബ് ഒരിക്കലും എന്താ പറയുക, ഒരു മാനുഷികമായിട്ട് ഇന്ന ആളെ കേന്ദ്രീകരിച്ച് വെക്കുന്ന സംഭവമല്ല. അത് യൂട്യൂബിനൊക്കെ വരുന്ന എല്ലാം സെറ്റിങ്സ് കമ്പ്യൂട്ടറൈസ്ഡ് ആയുള്ള കാര്യങ്ങളാണ് ഇങ്ങനെ ചെയ്തു വരുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് യൂട്യൂബ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ആ ഒരു സംഭവത്തിന് ഒരുപാട് മാറ്റങ്ങളും നമ്മളെ എന്താ പറയുക, വ്യൂ കുറയ്ക്കാനും കൂട്ടാനും ഒക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ 2025 വരുമ്പം യൂട്യൂബ് നല്ല രീതിയിലുള്ള പരീക്ഷണം, യൂട്യൂബിന് ഉപകാരമുള്ള യൂട്യൂബേഴ്സിനെ മാത്രമേ യൂട്യൂബ്, അല്ലെങ്കിൽ യൂട്യൂബിൽ നല്ലോണം കഷ്ടപ്പെടാൻ തയ്യാറുള്ള യൂട്യൂബേഴ്സിനെ മാത്രമേ യൂട്യൂബ് എന്താക്കുകയുള്ളൂ, പ്രൊമോട്ട് ചെയ്ത് വിടുകയുള്ളൂ. അതേസമയം നമ്മുടെ ചാനലിൽ വ്യൂ കുറയുന്ന സമയത്ത് നമ്മൾ എന്നാൽ പിന്നെ വ്യൂ ഒന്നുമില്ല, നമുക്ക് വീഡിയോ ചെയ്യണ്ട, നമുക്ക് കുറച്ച് ദിവസം വീഡിയോ ചെയ്യാണ്ടിരിക്കാം എന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ചാനൽ ഒരു കാലത്തും എവിടെയും കയറാൻ പോകുന്നില്ല. കാരണം നമ്മുടെ ചാനലിൽ വ്യൂ ഉണ്ടാവുകയില്ല, നമ്മൾ പിന്നെ വീഡിയോ ചെയ്യൂല. അപ്പോൾ യൂട്യൂബിന് മനസ്സിലാവും ഇവന് കഷ്ടപ്പെടാനൊന്നും പറ്റത്തില്ല, ഇവനെ ചാനൽ പിന്നെ റീച്ച് കൊടുത്തിട്ട് കാര്യമില്ല, അതായത് യൂട്യൂബിന് ഇവനെ കൊണ്ട് വലിയ ഉപകാരം ഉണ്ടാകത്തില്ല. അപ്പോൾ എന്ത് ചെയ്യും, യൂട്യൂബ് അവനെ ഡൗൺ ആക്കും. അപ്പോൾ ഈ വ്യൂ ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്തും നമ്മൾ നല്ല രീതിയിലുള്ള കണ്ടൻറ്റുകൾ ഉണ്ടാക്കി നമ്മൾ വീഡിയോ ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ചാനൽ പ്രോഗ്രസ് ആവുള്ളൂ എന്നുള്ളതാണ് ചുരുക്കം. ഓക്കെ ഗൈസ്, ഇനി നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ഫ്രീസായ പോലെയുള്ള ചാനലുകൾ നമ്മളെങ്ങനെ വ്യൂ കൊണ്ടുവരാം ഇനി അങ്ങോട്ട്. അതായത് നമ്മുടെ ചാനൽ ഇപ്പം വ്യൂ ഇല്ല, യൂട്യൂബിൻ്റെ പരീക്ഷണത്തിലാണ് നമ്മുടെ ചാനൽ ഇപ്പോൾ ഉള്ളത്. പക്ഷേ എങ്ങനെ നമുക്ക് ഈ ഒരു വ്യൂ ഇല്ലാത്ത ചാനലിലോട്ട് വ്യൂ കൊണ്ടുവരാനാവും, അതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. കാരണം നിങ്ങളുടെ ചാനൽ ഫ്രീസായി കിടക്കുന്ന ചാനലാണെങ്കിലും നിങ്ങൾക്കിനി വ്യൂ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് 2 മാർഗ്ഗമുണ്ട്. കാരണം ഞാൻ പരീക്ഷിച്ച് വിജയിച്ച കാര്യത്തിനാണ് പറയുന്നത്. ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന് നിങ്ങൾക്ക് ഉദാഹരണം മനസ്സിലാവും. നിങ്ങളുടെ ചാനലിൽ തന്നെ ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ചാനലിൽ തന്നെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വീഡിയോയ്ക്ക് വ്യൂ കിട്ടിയ ഒരു വീഡിയോസ് എടുക്കുക. അതായത് നിങ്ങളുടെ ചാനലിൽ തന്നെ ഏറ്റവും കൂടുതൽ വ്യൂ കിട്ടിയ 2-3 വീഡിയോസ് സെലക്ട് ചെയ്തിട്ട് അത് മറ്റൊരു രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. അതിൻ്റെ ഡിസ്ക്രിപ്ഷനും അതിൻ്റെ തമ്പനയും കാര്യങ്ങളൊക്കെ അതേപോലെ നിങ്ങൾക്ക് കൊടുക്കാം. അതായത് വേറെ രീതിയിൽ ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേറെ അതിൻ്റെ സംഭവങ്ങളൊക്കെ മാറ്റിയിട്ട് അതിൻ്റെ ആ ഒരു എഴുത്തും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് ഡിസൈൻ മാറ്റിയിട്ട് നിങ്ങൾക്ക് അതേപോലെ തന്നെ അതിൻ്റെ കാര്യങ്ങൾ കൊടുക്കാം. കണ്ടൻറ്റ് നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ അടിച്ചു മാറ്റാമെന്ന് പറയാം. നമ്മുടെ സ്വന്തം കണ്ടൻറ്റ് നമുക്ക് നല്ല കണ്ടൻറ്റുകൾ നമുക്ക് അടിച്ചു മാറ്റി വീഡിയോ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ചാനൽ റീച്ച് ആവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അടുത്തായിട്ട് വരുന്നത് നിങ്ങളുടെ പോലെ തന്നെ, ഇത് ഞാൻ വേറെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ പോലെ തന്നെ ഇങ്ങനെയുള്ള അവസ്ഥയിൽ ഇതൊക്കെയുള്ളൂ വഴി, ഇതൊക്കെയാണ് നമ്മുടെ ചാനൽ റീച്ച് ആക്കാനുള്ള വഴി. നിങ്ങൾ ശ്രമിച്ച് നോക്ക്, ശ്രമിച്ചിട്ട് റെഡി ആയില്ല നിങ്ങൾ എന്നോട് ഒന്ന് പറഞ്ഞാൽ മതി. ഇത് 100% ഫലിക്കുന്ന കാര്യമാണ് ഫ്രീസായ ചാനലുകൾ കയറ്റാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ പോലെ തന്നെ നല്ല വലിയ ചാനലുകളുണ്ടാവും. ആ ചാനലുകളുടെ പോപ്പുലർ വീഡിയോസ് പോയി എടുക്കുക. പോപ്പുലർ വീഡിയോസ് എടുക്കാവുള്ളൂ. പോപ്പുലർ വീഡിയോസ് എടുത്തിട്ട് 2-3 വീഡിയോസ് എടുത്ത് അത് നിങ്ങൾ കണ്ടൻറ്റ് നിങ്ങളുടേതായ രീതിയിൽ കണ്ടൻറ്റ് ക്രിയേറ്റ് ആക്കിയിട്ട് അതിൻ്റെ തമ്പനയിലും അവരുടെ ക്യാപ്ഷനും കാര്യങ്ങളും കുറച്ചൊക്കെ അടിച്ച് മാറ്റിയിട്ട് അതേപോലെ തന്നെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ആർക്കും ഒരു കോപ്പറേറ്റോ കാര്യങ്ങളൊന്നും തരാൻ പറ്റത്തൊന്നുമില്ല. നമ്മൾ നമ്മുടേതായ രീതിയിലാണ് ചെയ്യുന്നത്. മറ്റൊരാളുടെ വീഡിയോ എടുത്തെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടേതായ രീതിയിലാണ് വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് ആർക്കും ഒരു റീയൂസറോ കോപ്പറേറ്റ് ഒരു പ്രശ്നം തരാൻ പറ്റത്തില്ല. അപ്പോൾ മറ്റുള്ളവരുടെ വീഡിയോ, നല്ല പോപ്പുലറായ ആൾക്കാരുടെ വീഡിയോ എടുത്ത് അതിൻ്റെ കണ്ടൻറ്റ് എടുത്ത് നമ്മൾ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഡിസ്ക്രിപ്ഷനും എല്ലാം ചെക്ക് ചെയ്ത് നോക്കുക. എവിടെയും പോയിട്ട് കോപ്പി ചെയ്തിട്ടല്ലേ അവരുടെ തമ്പനയിൽ എടുത്തിട്ട് നമ്മൾ നേരെ എടുത്ത് ഇടാൻ പാടില്ല. നമുക്കത് അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി നമുക്ക് അതേപോലെ ചെയ്ത് തമ്പനയിൽ സ്വന്തം നമുക്ക് ക്രിയേറ്റ് ചെയ്ത് ക്യാപ്ഷനൊക്കെ നമ്മൾ സ്വന്തമായിട്ട് എഴുതി വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഓക്കെ, ആർക്കും ഒരു കോപ്പറേറ്റോ റീയൂസറോ കാര്യങ്ങളോ ഒന്നും നമുക്ക് തരാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ ഈ ഒരു അവസ്ഥയിൽ കയറും.
ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് കുറച്ച് റീച്ച് ആകാനുള്ളൊരു മാർഗ്ഗമായി 2 മാർഗ്ഗം. നമ്മുടെ തന്നെ പോപ്പുലർ വീഡിയോസ് നമ്മൾ രണ്ടാമത് ചെയ്യുക, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ നമ്മുടെ ചാനൽ പോലത്തെ വേറെ വലിയ ചാനലുകളെ പോപ്പുലർ വീഡിയോസ് എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ 100% ഉറപ്പാണ് വീഡിയോ കയറുന്നുള്ളതൊരു സംശയമില്ല. അപ്പോൾ ഇതൊന്ന് ശ്രമിച്ച് നോക്കിയിട്ട് ഇതിൻ്റെ അടി കമൻറ്റ് ചെയ്യണം. കാരണം ഈ ഒരു സംഭവം ശ്രമിച്ച് നോക്കി നിങ്ങൾ രണ്ടാമത് വന്നിട്ട് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇത്രയുള്ള കാര്യം, ഇത് നമുക്ക് ചാനൽ റീച്ചൊക്കെ എടുക്കാനാവും. അപ്പോൾ ആരും സങ്കടപ്പെടാൻ പാടില്ല. കാരണം ഈ ഒരു 2025 എൻ്റെ ചാനൽ ഫ്രീസായി, എന്നെ യൂട്യൂബ് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മടി പിടിച്ച് ഇനി ഇരുന്ന് കഴിഞ്ഞാൽ മാത്രം നിങ്ങൾ ഒഴിവാക്കിയുള്ളൂ. നിങ്ങളുടെ ചാനൽ റീച്ചാക്കി എടുക്കാനുള്ള മാർഗ്ഗമാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ് ചെയ്യാത്ത ആൾക്കാരാണ്, ഇതുവരെ വീഡിയോ കണ്ടിരുന്നിട്ട് സബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഉറപ്പാണ് നമ്മുടെ ചാനൽ സബ് ചെയ്തത്. ഞാൻ ഇടയ്ക്കൊന്നും പറഞ്ഞിട്ടില്ല. അത് മാത്രമല്ല, ലൈക്കൊക്കെ കുറവാണ്, കുറച്ച് ലൈക്കും കാര്യങ്ങളൊക്കെ ഇട്ടേക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ദിവസത്തെ വീഡിയോ കാണുന്നത് വരെ ബൈ.